ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ ഞാൻ 1 തൊട്ട് 12ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ നമ്മുടെ സ്വന്തം അയ്യപ്പേട്ടനെ കാണിച്ചു തരാൻ പോണ്. ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ 2 ബസ്സും 4 നില ബിൽഡിംഗ് ഉണ്ട്. ഞാനൊക്കെ പഠിക്കുമ്പോൾ 1 ബസ് ഉണ്ടായിരുന്നു, 2 നില ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം പോകുമ്പോൾ നമ്മുടെ LP UP ഭാഗത്തേക്കാണ്. ഇതാണ് ഞാൻ പഠിച്ച 1ാം ക്ലാസ്. ഞാൻ ഏട്ടനും അമ്മേനൊക്കെ വല്ലാണ്ട് ഇടങ്ങാറാക്കിയിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത്. കയറി പോയപ്പോൾ കുട്ടികൾ വേദിക്കുക എന്താ വെച്ചപ്പോൾ ഇന്റർവെല്ലാണ് അതിന് പോകാൻ നിൽക്കുകയാണ്. വേറെ അടുത്ത് മാത്രം ഒറ്റയ്ക്ക് നിൽക്കണം. ഞാൻ എന്താ വെച്ചപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ചങ്ങായിമാർ വരാണ്ട് ഓരോ കാത്തിക്കാണ്. ചങ്ങായിമാരെ നമ്മൾ ഓടിയുമായിട്ട് പോയി. വേറെ അടുത്താണെങ്കിൽ ഉറുദു പീരീഡ് കഴിഞ്ഞ് കയറി നിൽക്കണം. ഞാൻ ഒരു നല്ല പഠിക്കുക വെച്ചപ്പോൾ ഞാൻ നല്ല പഠിക്കുമ്പോൾ ടോൻ കഴിഞ്ഞിട്ട് പോയി. പിന്നെ നോക്കുമ്പോൾ ഇങ്ങനത്തെ വല്ലതില്ല. ഞാൻ പഠിക്കും ജസ്റ്റ് ഒരു ഇരുമ്പിന്റെ പ്ലേറ്റ് ആയിരുന്നു. നമ്മുടെ ജ്യോതി മാഷം ഇങ്ങനെ അടിച്ചിട്ട് പോകും. പിന്നെ ഇവനെ കണ്ടപ്പോൾ എൻ്റെ ചെറുപ്പം ഓർമ്മ ഞാൻ അതേപോലെ തലർച്ച നടന്നു. പിന്നെ ഈ സ്പോട്ടിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഹൈസ്കൂൾ പഠിക്കുമ്പോൾ എപ്പോഴും ഞാൻ ക്ലാസ് കെട്ടി ഇവിടെ വന്നിരിക്കാറുള്ളതാണ്. ഇതാണ് ഞാൻ പഠിച്ച +1 +2. ഞാനൊക്കെ ഒരുപാട് വട്ടം ഇവിടെ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ട് ക്ലാസ് കെട്ടിയതിനും നേരം വൈകി വന്നതിനൊക്കെ. കാലം കണ്ടി ഞാൻ നേരെ പോയത് നമ്മുടെ അയ്യപ്പേട്ട പെട്ടിക്കടയ്ക്കാണ്. എന്തായാലും ഈ സ്കൂളിൽ പഠിച്ച ക്ലാസ് ടീച്ചർമാരെ പറഞ്ഞാൽ നമ്മുടെ അയ്യപ്പേട്ട ഒരിക്കലും മറക്കൂല. എന്ന് അവരോട് മുട്ടായി വേണ്ടി പ്രൈസ് വാങ്ങി വരുത്തിയിട്ടൊക്കെ നമ്മൾ ക്ലാസ് പോകാറ്. അയ്യപ്പേട്ട പറയുന്നത് പണ്ടത്തെ പോലെ കച്ചവടം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ വീട്ടിൽ ചില്ലറ പൈസ കൊണ്ടിട്ട് അയ്യപ്പേട്ട കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ അവിടെ കുറച്ച് മുട്ടായമായിട്ട് അയ്യപ്പേട്ട് പോയി പറഞ്ഞിട്ട് ഞാൻ കുട്ടികൾക്ക് മുട്ടായി കൊടുക്കാൻ പോയി. അതൊക്കെ കൊണ്ട് നേരെ ഞാൻ പോയത് കഞ്ഞിപ്പുര ചോറിന് സമയമായിരുന്നു. ഞാൻ നേരെ ചെക്കന്മാർ വയറ്റിൽ കയറിയിട്ട് കുറച്ച് ഓർക്കുന്നുണ്ട്. ഞാൻ ഐസായിട്ട് അവിടെ സ്കൂട്ടായി. അങ്ങനെ കുട്ടികളെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എല്ലാവർക്കും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ഐസായിട്ട് എൻ്റെ ഓർമ്മകളൊക്കെ ആയി ഓർത്തിട്ട് നൈസായിട്ട് ഞാൻ അവിടെ നിന്ന് പടി ഇറങ്ങി. അപ്പൊ നാളെ ഇതെന്താ